ദുര്യോധനന്റെ അവസാന വാക്കുകൾ അഹങ്കാരവും പ്രതികാരവും അഭിമാനവും കൊണ്ട് നിറഞ്ഞിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഘോരയുദ്ധത്തിന് ശേഷം മാരകമായി പരിക്കേറ്റ് കിടക്കുമ്പോൾ അശ്വത്ഥമാവ്, കൃപാചാര്യർ, കൃതവർമ്മ എന്നിവർ ദുര്യോധനനെ സമീപിച്ചു. ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, പാഞ്ചാല സൈന്യം, ഉപപാണ്ഡവർ എന്നിവരെ പോലും കൊന്ന് കൗരവരോട് അവരെങ്ങനെ പ്രതികാരം ചെയ്തുവെന്ന് അശ്വത്ഥമാവ് വിവരിച്ചു. കുറച്ച് ജീവൻ ബാക്കിയുണ്ടായിരുന്ന ദുര്യോധനൻ അപ്പോൾ കണ്ണുകൾ തുറന്നു. ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവർ നേടിയതിനേക്കാൾ വലുതാണ് നിങ്ങളുടെ പ്രവൃത്തികൾ എന്ന് പ്രഖ്യാപിച്ചു. ക്ഷീണിച്ച ശരീരം ഉണ്ടായിരുന്നിട്ടും ഉജ്ജ്വലമായ അഭിമാനത്തോടെ ദേവേന്ദ്രനായ ഇന്ദ്രനോട് തന്നെ താരതമ്യം ചെയ്തു. ദുര്യോധനന് ഈ പ്രതികാരം വിജയത്തിൽ കുറഞ്ഞൊന്നുമല്ലായിരുന്നു. അവസാന ശ്വാസത്തോടെ സ്വർഗത്തിൽ തന്റെ വിശ്വസ്തരായ യോദ്ധാക്കളുമായി വീണ്ടും ഒന്നിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിട പറഞ്ഞു. അവസാന നിമിഷങ്ങളിൽ പോലും പാണ്ഡവരോടുള്ള പ്രതികാരത്താൽ അദ്ദേഹത്തിന്റെ ഹൃദയം തുടിച്ചുകൊണ്ടേയിരുന്നു.